ഗൾഫ് ന്യൂസ് തുടരുന്നു. ദൃശ്യ പത്രമാധ്യമങ്ങൾ പ്രേക്ഷകരുടെയും വായനക്കാരുടെയും അവകാശങ്ങൾക്ക് പരിഗണന നൽകണമെന്ന് വി.ഡി. സതീശൻ എം.എൽ.എ. റിയാദിൽ പറഞ്ഞു. സഫ മക്ക ഏഷ്യാനെറ്റ് സൗദി വ്യൂവേഴ്സ് ഫോറം വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ദൃശ്യപത്രമാധ്യമങ്ങൾ പ്രേക്ഷകരുടെയും വായനക്കാരുടെയും അവകാശങ്ങൾക്കും പരിഗണന നൽകണമെന്ന് കോൺഗ്രസ് നേതാവും എം.എൽ.എയുമായ വി.ഡി. സതീശൻ റിയാദിൽ പറഞ്ഞു. സഫ മക്ക ഏഷ്യാനെറ്റ് സൗദി വ്യൂവേഴ്സ് ഫോറം റിയാദിലെ സഫ മക്ക പോളിക്ലിനിക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സാധനം പർച്ചേസ് ഇപ്പോൾ ആശുപത്രിയിൽ വന്ന് സർവീസ് കിട്ടിയില്ലെങ്കിൽ ഉള്ള ഒരു കൺസ്യൂമർ ഇതുണ്ടല്ലോ, പ്രൊട്ടസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ വായനക്കാർക്കും പത്രമാധ്യമത്തിൻ്റെ വായനക്കാർക്കും വിഷ്വൽ മീഡിയയുടെ കാഴ്ചക്കാർക്കും ഒരു പ്രത്യേകമായ അവകാശമുണ്ട്. ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി സഫ മക്ക ഏഷ്യാനെറ്റ് സൗദി വ്യൂവേഴ്സ് അസോസിയേഷൻ മുൻപന്തിയിൽ നിൽക്കണം എന്ന് വിനയപൂർവ്വമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംഘടന നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ആതുര സേവന രംഗത്തെ സാമൂഹ്യ പ്രതിബദ്ധതയെ മാനിച്ച് മുൻ IMA പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ സെബാസ്റ്റ്യനും സംഗീത രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് കഴിഞ്ഞ 16 വർഷമായി റിയാദിലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന റിയാദ് മ്യൂസിക് ക്ലബ് കോർഡിനേറ്റർ കൂടിയായ നിസാർ മമ്പാടിനും സഫ മക്ക ഏഷ്യാനെറ്റ് സൗദി വ്യൂവേഴ്സ് ഫോറത്തിന്റെ ഉപഹാരങ്ങൾ വി.ഡി. സതീശൻ സമ്മാനിച്ചു. അവാർഡ് നിന്ന് ആദരിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നാളെ പെരുന്നാളാണ്, അതിന് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എനിക്കിത്. ചടങ്ങിൽ ഷാജി അരിപ്ര, മുഹമ്മദ് കുട്ടി മാതാപ്പുഴ, റഫീഖ് വെട്ടത്തൂർ, കുഞ്ഞി കുമ്പള, ജമാൽ പറവൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. റിയാദിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആശംസകൾ നേർന്നു. നാസർ കാരന്തൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, റിയാദ്.